നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, സൈനോ ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. PC ജോർജ് ഇന്ന് തിങ്കളാഴ്ച കീഴടങ്ങാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കോടതിയിൽ നേരിട്ട് ചെന്ന് ഹാജരാവുകയാണ് ചെയ്തത്. സ്നേഹപൂർവ്വം എനിക്ക് PC ജോർജിനോട് പറയാനുള്ളത്, എന്റെ ജോർജ് ചായ, താങ്കൾക്ക് നാക്കിനില്ല എന്ന് വിചാരിച്ചിട്ട് ആരെയും എന്തും അങ്ങ് വിളിച്ചു പറയാമെന്ന് വിചാരിക്കരുത്. താങ്കൾ ഈ അന്യമത വിദ്വേഷവും അപരമത വിദ്വേഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ വെറുതെ ബുദ്ധിമുട്ടിലാക്കരുത്. ഞങ്ങൾക്ക് പലതരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട്, പല മതത്തിലും പല ജാതിയിലുമുള്ള സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊക്കെ ഈ കേരളത്തിൽ വളരെ സുന്ദരമായിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. ദയവ് വിചാരിച്ച് ഞങ്ങൾക്കിടയിൽ മതവും വർഗീയതവും വിദ്വേഷവും തിരികിക്കൊണ്ട് ഈ സമൂഹത്തെ നിങ്ങൾ വെറുതെ വിഭജിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പച്ച വർഗീയതയും മനുഷ്യത്വരഹിതമായിട്ടുള്ള ചെയ്തികളും ചെയ്തുകൊണ്ട് നടക്കുന്ന താങ്കൾക്കൊന്നും മനുഷ്യത്വത്തിന്റെ വില മനസ്സിലാവില്ല. അധികാരത്തിന്റെ അപ്പകൃഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് പാർട്ടികളിൽ നിന്നും പാർട്ടികളിലേക്ക് സ്വന്തം പാർട്ടിക്കാരന്റെ കുതികാല് വെട്ടിയും കണ്ടം മുറിഞ്ഞും കടകം മുറിഞ്ഞും ചാടി കളിക്കുന്ന താങ്കളുണ്ടല്ലോ, രാഷ്ട്രീയ കോമാളിയാണ്. ഇത്രയും പ്രായമായില്ല ചായ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? എത്ര വയസ്സായി? ബാക്കിയുള്ള കാലത്തെങ്കിലും നല്ലത് ചെയ്ത ആളുകളെ കൊണ്ട് എന്തെങ്കിലും നല്ല രണ്ടു വാക്ക് പറയിപ്പിക്കാൻ നോക്ക്. പിന്നെ ഇവിടെ ജോർജേട്ടന് വേണ്ടിയിട്ട് പോലീസുകാർ വല്ലാതെ അങ്ങ് സഹകരിച്ചു പോയി. അതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമുണ്ട്. ഈ നാട്ടിൽ നിങ്ങളെ ബോബിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആത്മാർത്ഥത ഉണ്ടല്ലോ, അതിന്റെ ഒരു 10% പോലും ഇതിന്റെ കാര്യത്തിൽ കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുക, അദ്ദേഹം ഇല്ല എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പൊ കീഴടങ്ങില്ല എന്ന് പറഞ്ഞാല് ഓ അമ്പ്ര എന്നും പറഞ്ഞങ്ങാട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാ. നാണം ഉണ്ടോടോ? നാണം ഉണ്ടോ? ഒരു പാവപ്പെട്ടവനോ അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അവന്റെ വീട് കുത്തിപ്പൊളിച്ചിട്ടാണെങ്കിലും കൊണ്ടുപോലോ. എന്തിനാണ് ഇത്രയൊക്കെ അങ്ങ് തലയിലേക്ക് നടക്കുന്നത്? ആര് വർഗീയത പറഞ്ഞാലും, എവനാണെങ്കിലും, PC ജോർജോ ഞാനാണെങ്കിലോ ആരാണെങ്കിലും അവനെടുത്ത് അകത്തിടണം. നാളെ മറ്റൊരുത്തനും ഇതുപോലൊരു അപരമത വിദ്വേഷം ഇവിടെ പ്രസംഗിക്കരുത്, അത് ഛർദിക്കരുത്. അങ്ങനെ ഛർദിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ സമാധാനം നഷ്ടപ്പെടും, ശാന്തത നഷ്ടപ്പെടും. അതുകൊണ്ട് പോലീസ് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ക്രമസമാധാനം നിലനിർത്തണം. അതാണോ തന്റെ ജോലി? അതിനാണ് ഞങ്ങളെ പോലുള്ള ആളുകളുടെ നികുതിപ്പണത്തിൽ നിന്നും നിങ്ങൾ ശമ്പളം പറ്റുന്നത്. കോടതിയിൽ നിന്നും വല്ലാത്തൊരു അവഹേളനം കിട്ടിയെന്ന് കേട്ട്. ഇനിയെങ്കിലും പോലീസുകാരെ ഈ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടൊന്ന് പ്രവർത്തിച്ചൂടെ? എല്ലാ പോലീസുകാരും അല്ലട്ടോ പറയുന്നത്, നല്ലവരുമുണ്ട്. പക്ഷെ അവരൊരു പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിർബന്ധിതരായി പോവുകയാണ്. ഈ കേരളത്തിലെ എനിക്കുണ്ട് ഒരുപാട് സുഹൃത്തുക്കള്, രാജേഷും സുധീറും റിക്സനും അതുപോലെ തന്നെ അൻവറും, പല പേരിൽ അറിയപ്പെടുന്ന പല സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊന്നും ഒരുത്തന്റെ മതം നോക്കിയിട്ടല്ല സ്നേഹിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ പരസ്പരം ഈ സമൂഹത്തിന്റെ ഭാഗമായിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സ്നേഹിക്കണേ. ഞങ്ങൾ ഏത് മതക്കാരായിക്കോട്ടെ, അവൻ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ സിക്കോ പാഴ്സിയോ, മതമില്ലവനോ മതമില്ലാത്തവനോ ആരോ ആയിക്കോട്ടെ, നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്നെങ്കിലേ നമ്മുടെ നാടിന് രക്ഷയുള്ളൂ. നിങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാർ വർഗീയത പറഞ്ഞുകൊണ്ട് മതം തിരികെ കയറ്റിക്കൊണ്ട് മറ്റു മതസ്ഥരെ ആക്ഷേപിച്ചുകൊണ്ടും അവഹേളിച്ചുകൊണ്ടും ചെറുപ്പക്കാർക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഈ ചെയ്തുണ്ടല്ലോ, അതൊരിക്കലും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല. അതെല്ലാം ഈ നാടിനെ കൊണ്ടെത്തിക്കുന്നത് വലിയ പടുകുഴിയിലായിരിക്കും. ഇത് ജോർജ് ചായനെ അങ്ങ് ഇവിടെ അങ്ങ് ജീവിക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ ജോർജ് ചായനെ അങ്ങ് പോയിക്കോ, എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇവിടെ അത്രക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ മറ്റു മതസ്ഥരെ സ്നേഹിച്ചിട്ടും അവരോട് സഹകരിച്ചിട്ടും ഒക്കെ ജീവിക്കേണ്ടി വരും. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനോടും ഹിന്ദു ക്രിസ്ത്യനോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ടി വരും. ഞങ്ങൾക്കൊക്കെ ഒരുപാട് ടീച്ചർമാരുണ്ടായിട്ടുണ്ട്, ഞങ്ങളെ അമ്മ പോലെ സ്നേഹിക്കുന്ന ഒരുപാട് ടീച്ചർമാര്. അവരാരും ഞങ്ങളുടെ മതം തെരഞ്ഞു വന്നിട്ടില്ല, ഞങ്ങളാണെങ്കിൽ അവരുടെ മതവും തെരഞ്ഞു പോയിട്ടില്ല. അതിൽ സുനിത ടീച്ചറും ജയശ്രീ ടീച്ചറും ജോബി സാറും മാത്യു സാറും എല്ലാവരും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് മാഷന്മാരുണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഒന്നും മതം ഞങ്ങൾ ആരും പോയി കണ്ട് തെരഞ്ഞിട്ടില്ല. അവരൊക്കെ ഞങ്ങൾ അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് സ്നേഹിച്ചതേ മതം നോക്കിയിട്ടല്ല, അവരുടെയൊക്കെ ഉള്ളിലുള്ള മൂല്യങ്ങളും മനുഷ്യത്വവും നോക്കിയിട്ടാണ്. എന്റെ ജോർജേട്ടാ, നിങ്ങളെ നാളം കാലം എഴുതും. നിങ്ങളുടെ ചരിത്രം ഇവിടെ കാലം കുറിക്കാൻ പോവാണ്. അതൊരു പക്ഷെ സ്വർണ്ണ ലിപികളാലായിരിക്കില്ല, ഉപ്പിനേക്കാൾ കയ്പുള്ള കാഞ്ഞിരച്ചാറിൽ നിങ്ങളൊരു ഒറ്റുകാരനാണെന്നുള്ളത് ഈ നിങ്ങളുടെ ചരിത്രം അങ്ങനെ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് വിചാരിച്ച് ജോർജേട്ടാ, ഇത്രയും വയസ്സായില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നാവാൻ നോക്ക്, മറ്റുള്ളവനെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്ക്. അങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോയിട്ട് ഒരുപാട് കാലമൊന്നുമില്ലല്ലോ, 10-70 വയസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി ഒരുപാട് കാലമൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ പോണില്ല. അപ്പൊ ഇനിയെങ്കിലും പരസ്പരം സ്നേഹിച്ചിട്ടും പരസ്പരം സഹകരിച്ചിട്ടും മറ്റുള്ളവന്റെ ദുഃഖം കണ്ടിട്ടും വിഷമം മനസ്സിലാക്കിയിട്ടൊക്കെ ഒന്ന് ജീവിക്കാൻ നോക്ക്. താങ്കളൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, നിങ്ങൾക്കൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒന്ന് പരിശ്രമിച്ചു നോക്ക്. അങ്ങനെയെങ്കിലും താങ്കളുടെ മനസ്സിന്റെ ഉള്ളിലെ വർഗീയത ഒന്ന് എടുത്തു കളഞ്ഞു നോക്ക്, താങ്കൾക്കൊരു മനുഷ്യനാവാൻ കഴിയും. എന്റെ ജോർജേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ വർഗീയത ഛർദ്ദിച്ചല്ലോ, അപ്പൊ നിങ്ങളുടെ കൂടെ ആരാ നിന്നേ?
സ്വന്തം പാർട്ടിക്കാരായ BJP-ക്കാർ പോലും കേരളത്തിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല. കാരണം എന്താ അറിയോ? അവർക്കറിയാം ഇത് കേരളാണ്. താങ്കളുടെ കൂടെ താങ്കളുടെ വർഗീയത കൊത്തിട്ട് തുള്ളാൻ കഴിയില്ല എന്നുള്ളത് അവർക്കും അറിയാം. അതുകൊണ്ട് ജോർജ് ഏട്ടാ, ഈ കേരള പൊതുസമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തും. നിങ്ങളെ ഒറ്റപ്പെടുത്തി. ഈ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ആരെങ്കിലും നിന്നോ? ആരും നിന്നിട്ടില്ല. അതുകൊണ്ട് ജോർജ് ഏട്ടാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്തറിയോ? ഇനിയെങ്കിലും മറ്റുള്ളവരെ മനസ്സിലാക്കി പരസ്പരം സ്നേഹിച്ചിട്ട് ജീവിക്കാൻ നോക്കണോ. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് ജോർജ് ഏട്ടനോട് അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.